നമസ്കാരം. ഫിനാൻസ് ലാബ്സ് ഇന്ത്യ യൂട്യൂബ് ചാനൽ അവതരിപ്പിക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് മാർക്കറ്റ് അനാലിസിസ് സീരീസായ ദ ഡെയിലി ലാബ്സിലേക്ക് എല്ലാ നിക്ഷേപകർക്കും സ്വാഗതം. അതെ, എല്ലാ നിക്ഷേപകർക്കും വലിയൊരു സ്വാഗതം. ഇന്ന് മാർച്ച് 2, 2026. ദലാൽ സ്ട്രീറ്റിൽ ഇന്ന് നമ്മൾ കണ്ടത് വല്ലാത്തൊരു പാനിക്കാണ്. വെറുമൊരു ചെറിയ തിരുത്തലല്ല. നോർത്ത് ഇന്ത്യൻ ഫിനാൻഷ്യൽ മീഡിയ മുഴുവൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത് തന്നെ ഒരു ഭാരി ഗിറാവട്ട് എന്നാണ്. വലിയൊരു തകർച്ച തന്നെയായിരുന്നു അത്. നിക്ഷേപകരുടെ ഇടയിൽ ശരിക്കും ഒരു ഭയം പടർന്നിട്ടുണ്ടെന്ന്. തീർച്ചയായും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ സെഷൻ വെറുമൊരു സാധാരണ മാർക്കറ്റ് അപ്ഡേറ്റ് അല്ല. പകരം ഇന്നത്തെ വിപണിയിലെ അതിപ്രധാനമായ ഡേറ്റകളിലേക്കും ആഗോള പ്രതിസന്ധികളിലേക്കുമുള്ള ഒരു കൃത്യമായ ഡീപ്പ് ഡൈവാണ്. അതെ, നിങ്ങളുടെ പോർട്ട്ഫോളിയോയെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യുന്നത്. ഈ രക്തച്ചൊരിച്ചിലിന്റെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇതിന് പിന്നിലെ ഡാറ്റ നമ്മളോട് എന്താണ് പറയുന്നത്? നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം. ഈ തകർച്ചയെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? ഇന്നത്തെ ഈ തകർച്ച നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഈ ഡീപ് ഡൈവ് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെപ്പോലെയുള്ള റീറ്റെയിൽ ട്രേഡേഴ്സിന് വലിയൊരു ആഘാതം തന്നെയാണ്. വാട്ട്സ് ഫാസിനേറ്റിംഗ് ഹിയർ ഈ വലിയ വീഴ്ചയുടെ കാരണം നമ്മുടെ ആഭ്യന്തര സമ്പദ്വ്യവസ്ഥയിലെ പ്രശ്നങ്ങളല്ല. ഇന്ത്യൻ എക്കണോമി ഇപ്പോഴും വളരെ സ്ട്രോങ് ആണല്ലേ? എക്സാക്ട്ലി. ഇന്ത്യക്ക് പുറത്ത് ആഗോളതലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില അപ്രതീക്ഷിത ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസാണ് വിപണിയെ താഴേക്ക് വലിച്ചിട്ടത്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ആ വലിയ വാർത്ത. US ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാന്റെ സുപ്രീം ലീഡർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത. അതെ, ആ റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെ ആഗോള വിപണികളിലാകെ വലിയൊരു റിസ്ക് ഓഫ് മൂഡാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ആ റിസ്ക് ഓഫ് മൂഡ് എന്താണെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാകാൻ ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കാം. വിപണിയിൽ അനിശ്ചിതത്വം കൂടുമ്പോൾ റിസ്ക്കുള്ള ആസറ്റുകളിൽ നിന്ന്, അതായത് പ്രധാനമായും ഇക്വിറ്റികളിൽ നിന്ന് പണം പിൻവലിക്കാൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ നിക്ഷേപകർ കൂട്ടത്തോടെ ശ്രമിക്കുന്ന ഒരു അവസ്ഥയാണിത്. ശരിയാണ്. സ്മാർട്ട് മണി എപ്പോഴും സുരക്ഷിതത്വം നോക്കും. ഓക്കെ, ലെറ്റ്സ് അൺപാക്ക് ദിസ്. ഈ ഒരൊറ്റ വാർത്ത ആഗോള വിപണികളിൽ ഉണ്ടാക്കിയ പ്രകമ്പനം വളരെ വലുതാണ്. ഡേറ്റ നോക്കുമ്പോൾ ബ്രെന്റ് ക്രൂഡ് ഒറ്റയടിക്ക് 8% കുതിച്ചുയർന്നു. ബാരലിന് $82.37 എത്തിയിരിക്കുന്നു ഇന്നത്തെ കണക്കുകൾ പ്രകാരം. യുദ്ധഭീതി നിലനിൽക്കുന്നതിനാൽ അനിശ്ചിതത്വം ഒഴിവാക്കാൻ നിക്ഷേപകർ സേഫ് ഹെവൻ അസറ്റ്സിലേക്ക് തിരിയുകയാണ്. എന്ത് സംഭവിച്ചാലും മൂല്യം നഷ്ടപ്പെടാത്ത ആസ്തികളിലേക്കുള്ള ആ ഒഴുക്കിന്റെ ഫലമായി ഗോൾഡ് വില 2% കൂടി. ഇതിനൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അമേരിക്കൻ വിപണിയിലെ തകർച്ചയാണ്. വാൾ സ്ട്രീറ്റ് ഫ്യൂച്ചേഴ്സ് വൻ തകർച്ചയോടെയാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഡൗ ജോൺസ് 680 പോയിന്റും താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം നാസ്ഡാക്ക് 464 പോയിന്റും താഴെയാണ്. ക്രൂഡ് ഓയിൽ വിലക്കയറ്റവും അമേരിക്കൻ വിപണിയിലെ പ്രത്യേകിച്ച് ടെക് സ്റ്റോക്കുകൾ നിറഞ്ഞ നാസ്ഡാക്കിലെ ഈ തകർച്ചയും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. ഈ ഡൈനാമിക്സ് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇഫ് വി കണക്ട് ദിസ് ടു ദ ബിഗർ പിക്ചർ, ഇതിന്റെ ലോജിക് വളരെ വ്യക്തമാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, മിഡിൽ ഈസ്റ്റിൽ യുദ്ധം നടന്നാൽ അമേരിക്കയിലെ ടെക് കമ്പനികളുടെ ഷെയർ എന്തിനിടിയണമെന്ന്. ഇതിന് കാരണം ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പമാണ്. ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുമ്പോൾ അത് ലോകമെമ്പാടുമുള്ള ചരക്ക് ഗതാഗതത്തെയും ഉൽപാദന ചെലവിനെയും ബാധിക്കുമല്ലോ. അതെ, സ്വാഭാവികമായും ആഗോളതലത്തിൽ പണപ്പെരുപ്പം വർദ്ധിക്കും. പണപ്പെരുപ്പം കൂടിയാൽ അമേരിക്കൻ സെൻട്രൽ ബാങ്കായ ഫെഡറൽ റിസർവിന് പലിശ നിരക്ക് കുറയ്ക്കാൻ സാധിക്കില്ല. ചിലപ്പോൾ കൂട്ടേണ്ടിയും വരും. പലിശ നിരക്ക് ഉയർന്നു നിൽക്കുന്നത് നാസ്ഡാക്കിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഗ്രോത്ത് സ്റ്റോക്കുകൾക്കും ടെക് സ്റ്റോക്കുകൾക്കും വലിയ തിരിച്ചടിയാണ്. കൃത്യമായി പറഞ്ഞു. കാരണം അവരുടെ ഭാവിയിലെ വരുമാനത്തിന്റെ ഇന്നത്തെ മൂല്യം അഥവാ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ പലിശ നിരക്ക് കൂടുമ്പോൾ കുറയും. അതാണ് വാൾ സ്ട്രീറ്റ് ഫ്യൂച്ചേഴ്സിൽ നമ്മൾ കാണുന്ന ഈ പാനിക് സെല്ലിംഗ്. മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലെ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് വഴിയുള്ള എണ്ണ വിതരണം തടസ്സപ്പെടുമോ എന്ന വലിയ ഭയം വിപണിയിൽ ശക്തമാണിപ്പോൾ. ലോകത്തെ മൊത്തം എണ്ണ വിതരണത്തിന്റെ വലിയൊരു ശതമാനം കടന്നുപോകുന്ന വഴിയാണത്. അതൊരു വലിയ സപ്ലൈ ചെയിൻ റിസ്ക് ആണ്. Here's where it gets really interesting. അമേരിക്കൻ വിപണിയിലെ ഈ തകർച്ച അവിടെ മാത്രം ഒതുങ്ങി നിന്നില്ല. അതൊരു ഡൊമിനോ എഫക്റ്റ് പോലെ ഏഷ്യൻ വിപണികളെ ഒന്നാകെ താഴേക്ക് വലിച്ചിട്ടു. ഇത് കേൾക്കുന്ന നിങ്ങൾ ഗ്ലോബൽ മാർക്കറ്റുകൾ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ കണ്ടിട്ടുണ്ടാകും, ജപ്പാന്റെ നിക്കൈ, ഹോങ്കോങ്ങിന്റെ ഹാങ്സെങ്, സിംഗപ്പൂരിന്റെ സ്ട്രെയ്റ്റ്സ് ടൈംസ് എന്നിവയെല്ലാം 1 മുതൽ 2% വരെയാണ് ഇടിഞ്ഞത്. എല്ലാം ചുവപ്പണിഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ എന്നെ ഏറ്റവും ഞെട്ടിച്ച ഡാറ്റ വരുന്നത് പാകിസ്ഥാന്റെ വിപണിയിൽ നിന്നാണ്. പാകിസ്ഥാന്റെ KSE 100 ഇൻഡെക്സ് ചരിത്രത്തിലില്ലാത്ത വിധം ഒറ്റയടിക്ക് 10% ക്രാഷായത്. ഇതെല്ലാം കണ്ടപ്പോൾ തന്നെ ഇന്നത്തെ ഇന്ത്യൻ മാർക്കറ്റിൽ വരാൻ പോകുന്ന വമ്പൻ നെഗറ്റീവ് ഗ്യാപ് ഡൗൺ സ്റ്റാർട്ടിനെക്കുറിച്ച് GF നിഫ്റ്റി നമുക്ക് കൃത്യമായ സൂചന നൽകിയിരുന്നുവല്ലേ? തീർച്ചയായും. ഈ ഡൊമിനോ എഫക്റ്റ് വളരെ വേഗത്തിലാണ് ഏഷ്യൻ വിപണികളിൽ പടർന്നത്. നിങ്ങൾ ചോദിച്ച ആ പാകിസ്ഥാന്റെ ഡാറ്റ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കാണിക്കുന്നത് ദുർബലമായ രാജ്യങ്ങളെ ഇതെങ്ങനെ ബാധിക്കുന്നു എന്നാണ്. അതെ, പാകിസ്ഥാന്റെ വിപണിയിലെ 10% തകർച്ച കാണിക്കുന്നത് സാമ്പത്തികമായി ദുർബലമായ രാജ്യങ്ങളെ ഇത്തരം ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് എത്ര ഭീകരമായാണ് ബാധിക്കുന്നത് എന്നാണ്. അവരുടെ കയ്യിൽ ആവശ്യത്തിന് ഫോറക്സ് റിസർവ് ഇല്ലാത്തതുകൊണ്ട് ക്രൂഡ് ഓയിൽ വില കൂടിയാൽ എക്കോണമി മൊത്തത്തിൽ തകരും എന്ന ഭയമാണ് അവിടെ കണ്ടത്. ഇന്ത്യയുടെ അവസ്ഥ അതല്ല. നമ്മൾ സാമ്പത്തികമായി വളരെ സ്ട്രോങ് ആണ്. എങ്കിലും
രാവിലെ തന്നെ ഗിഫ്റ്റ് നിഫ്റ്റി വലിയൊരു നെഗറ്റീവ് നമ്പറിലാണ് ട്രേഡ് ചെയ്തിരുന്നത്. അതായത് വിദേശ ഇൻസ്റ്റിറ്റ്യൂഷണൽ നിക്ഷേപകർ അഥവാ നമ്മൾ പറയുന്ന സ്മാർട്ട് മണി ദലാൽ സ്ട്രീറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുൻപ് തന്നെ തങ്ങളുടെ പൊസിഷനുകൾ വിറ്റൊഴിവാക്കാൻ തുടങ്ങിയിരുന്നു. ആഗോള വിപണിയിലെ ഈ സമ്മർദ്ദം, ആ വലിയ സെല്ലിംഗ് പ്രഷർ ഇന്ത്യൻ വിപണിക്ക് ഇന്ന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ദലാൽ സ്ട്രീറ്റിലെ ഇന്നത്തെ ആ രക്തച്ചൊറിച്ചിലിനെ കുറിച്ച് നമുക്ക് ആഴത്തിൽ സംസാരിക്കാം. ഡേറ്റ നോക്കുമ്പോൾ ശരിക്കും ഞെട്ടലാണുണ്ടാവുന്നത്. രാവിലെ 9:15 മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ആ നിമിഷം നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ പാനിക് മനസ്സിലാവുമായിരുന്നു. സെൻസെക്സ് രാവിലെ തന്നെ 2743 പോയിന്റുകൾ ഇടിഞ്ഞാണ് ഓപ്പൺ ചെയ്തത്. പിന്നീട് കുറച്ചൊന്ന് റിക്കവർ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ആ സെല്ലിംഗ് പ്രഷർ കാരണം അവസാനം 10,048 പോയിന്റുകൾ താഴെ 80,238 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ആകട്ടെ 312 പോയിന്റുകൾ ഇടിഞ്ഞ് അതിന്റെ സൈക്കോളജിക്കൽ സപ്പോർട്ടായ 24,900 താഴെ, കൃത്യമായി പറഞ്ഞാൽ 24,865 അവസാനിച്ചത്. ഈ കണക്കുകൾ വെറും ഇൻഡെക്സ് പോയിന്റുകൾ മാത്രമല്ല, ഇത് നിങ്ങളുടെയും എന്റേതുമായ നിക്ഷേപകരുടെ സമ്പത്താണ്. ഡേറ്റ പ്രകാരം വെറും 3 ദിവസം കൊണ്ട് 10 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപകരുടെ സമ്പത്താണ് വിപണിയിൽ ഇല്ലാതായത്. 10 ലക്ഷം കോടി, അതൊരു ചെറിയ സംഖ്യയല്ല. അതെ, അതൊരു വലിയ വെൽത്ത് ഡിസ്ട്രക്ഷൻ തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഈ ഡീപ് ഡൈവ് ശ്രദ്ധിക്കുന്ന നിങ്ങളിൽ പലരും നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഇന്ന് തുറന്നു നോക്കാൻ പോലും ഭയപ്പെട്ടിട്ടുണ്ടാകും. വിപണിയിലെ മൊത്തത്തിലുള്ള ഈ പാനിക് മനസ്സിലാക്കാൻ നമുക്ക് മറ്റൊരു ഡാറ്റ കൂടി നോക്കാം. വിപണിയിലെ ബ്രെഡ്സ് അഥവാ മാർക്കറ്റ് ബ്രെഡ്സ് എത്രത്തോളം മോശമായിരുന്നു എന്നാണ് നമ്മൾ അടുത്തതായി അനലൈസ് ചെയ്യേണ്ടത്. അതെ, ആ ഡേറ്റ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. എന്റെ കയ്യിലുണ്ട്. അത് കേൾക്കുമ്പോഴാണ് ഈ തകർച്ചയുടെ ആഴം ശരിക്കും മനസ്സിലാകുക. വിപണിയിലെ 869 സ്റ്റോക്കുകളാണ് അവയുടെ 52 വീക്ക് ലോയിലെത്തിയിരിക്കുന്നത്. അതായത് ഒരു വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിൽ. ഇത് കാണിക്കുന്നത് ഈ സെൽ ഓഫ് ഏതെങ്കിലും 1-2 സെക്ടറുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നാണ്. ലാർജ് ക്യാപ്പ് മുതൽ സ്മോൾ ക്യാപ്പ് വരെ ഈ തകർച്ചയുടെ ഇരകളായിട്ടുണ്ട്. ഇതിനൊപ്പം നമ്മൾ നോക്കേണ്ട മറ്റൊരു വലിയ ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇന്ത്യ വിക്സ്, വിപണിയിലെ ഭയത്തിന്റെ സൂചിക അഥവാ ഫിയർ ഗേജ് എന്ന് വിളിക്കുന്ന ഇന്ത്യ വിക്സ് ഇന്ന് ഒറ്റയടിക്ക് 25% സ്പൈക്ക് ചെയ്തത്. ഓപ്ഷൻസ് പ്രീമിയം കുതിച്ചുയരുന്നു എന്നും വരും ദിവസങ്ങളിൽ വിപണിയിൽ വലിയ ചാഞ്ചാട്ടങ്ങൾ നിക്ഷേപകർ പ്രതീക്ഷിക്കുന്നു എന്നുമാണ് ഇത് വ്യക്തമാക്കുന്നത്. പോരാത്തതിന് ടെക്നിക്കൽ ചാർട്ടുകളിൽ നിഫ്റ്റി അതിന്റെ വളരെ പ്രധാനപ്പെട്ട 200-ഡേ SMA അഥവാ സിമ്പിൾ മൂവിംഗ് ആവറേജ് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയിരിക്കുന്നു. 24,600 മുതൽ 24,700 വരെയുള്ള ആ ക്രിട്ടിക്കൽ സപ്പോർട്ട് ലെവൽസ് ഇന്ന് ശക്തമായി ടെസ്റ്റ് ചെയ്യപ്പെട്ടു. ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ ഈ 200-ഡേ SMA ബ്രേക്ക് ഡൗണിനെ നമ്മൾ എങ്ങനെ വായിച്ചെടുക്കണം? പ്രത്യേകിച്ചും ഓട്ടോസ്, റിയാലിറ്റി, കൺസ്യൂമർ ഡ്യൂറബിൾസ് എന്നീ സെക്ടറുകൾ 2% ഇടിഞ്ഞ ഈ സാഹചര്യത്തിൽ. This raises an important question. നമ്മൾ ടെക്നിക്കലി നോക്കുമ്പോൾ 200-ഡേ SMA എന്നത് വെറുമൊരു ലൈനല്ല, അതൊരു ലോങ് ടേം ട്രെൻഡ് ഇൻഡിക്കേറ്റർ ആണ്. ഒരു വീടിന്റെ അടിസ്ഥാനം പോലെയാണത്. മിക്ക വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ നിക്ഷേപകരും അവരുടെ അൽഗോരിതം ട്രേഡിംഗ് ബോട്ടുകളും ഇതിനെ വലിയൊരു സപ്പോർട്ടായിട്ടാണ് കാണുന്നത്. അതിന് താഴേക്ക് നിഫ്റ്റി പോയി ക്ലോസ് ചെയ്തു എന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ നിക്ഷേപകർക്കിടയിൽ ബേറിഷ് സെന്റിമെന്റ് ശക്തമാകുന്നു എന്നതിന്റെ സൂചനയാണ്. അതുകൊണ്ടാണ് ഇന്ത്യ വിക്സ് 25% കൂടിയത്. ഇനി നിങ്ങൾ ചോദിച്ച സെക്ടറുകളുടെ കാര്യം. ഓട്ടോസ്, റിയാലിറ്റി, കൺസ്യൂമർ ഡ്യൂറബിൾസ് എന്നീ സെക്ടറുകൾ 2% ഇടിഞ്ഞതിന് കൃത്യമായ കാരണമുണ്ട്. അത് നേരത്തെ നമ്മൾ പറഞ്ഞ പണപ്പെരുപ്പവുമായി ബന്ധപ്പെട്ടതാണോ? അതെ. ക്രൂഡ് ഓയിൽ വില കൂടിയാൽ ഇൻഫ്ലേഷൻ കൂടും. ഇൻഫ്ലേഷൻ കൂടിയാൽ പലിശ നിരക്ക് കുറയില്ല. പലിശ നിരക്ക് കുറഞ്ഞില്ലെങ്കിൽ വാഹന വായ്പകളും ഭവന വായ്പകളും വിലപിടിപ്പുള്ളതായി തുടരുമല്ലേ? നിങ്ങളൊരു കാറ് വാങ്ങാനോ അല്ലെങ്കിൽ ഒരു പുതിയ ഫ്ളാറ്റ് വാങ്ങാനോ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പലിശ നിരക്ക് കുറഞ്ഞാതെ നിങ്ങൾ ആ തീരുമാനം ചിലപ്പോൾ നീട്ടിവെക്കും. ഇത് നേരിട്ട് ബാധിക്കുന്നത് ഓട്ടോ, റിയൽറ്റി സെക്ടറുകളുടെ സെയിൽസിനെയാണ്. അതുപോലെ കൺസ്യൂമർ ഡ്യൂറബിൾസിന്റെ കാര്യത്തിലും പണപ്പെരുപ്പം കൂടുമ്പോൾ ആളുകൾ അവരുടെ അത്യാവശ്യമില്ലാത്ത ചെലവുകൾ, അതായത് ഡിസ്ക്രിഷണറി സ്പെൻഡിംഗ് കുറയ്ക്കുമെന്ന ഭയമാണ് ഈ സെക്ടറുകളെ താഴേക്ക് വലിച്ചിട്ടത്. എന്റെ ഈ നിഗമനം ശരിയാണോ? 100% ശരിയാണ്. ആ ഡൈനാമിക്സ് അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ആളുകളുടെ കയ്യിലെ പണം പലിശ അടയ്ക്കാനും ആവശ്യ സാധനങ്ങൾ വാങ്ങാനും പോയാൽ പിന്നെ വണ്ടി വാങ്ങാനും TV വാങ്ങാനും പണം ഉണ്ടാകില്ല. ഈ ഭയം മുൻകൂട്ടി കണ്ടാണ് സ്മാർട്ട് മണി ആ സെക്ടറുകളിൽ നിന്ന് പണം പിൻവലിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ വിപണിയിലെ ചില ശ്രദ്ധേയമായ സ്റ്റോക്കുകളുടെ സ്പെസിഫിക് ഡേറ്റയിലേക്ക് വരാം. ഈ വലിയ തകർച്ചയിൽ തകർന്നടിഞ്ഞ ചില പ്രധാന ഇരകളുണ്ട്, അതുപോലെ തന്നെ പിടിച്ചുനിന്നവരുമുണ്ട്. ആ ലിസ്റ്റിലെ പ്രധാനി GAIL ആണ്. ഇന്ന് GAIL 2.8% ഇടിഞ്ഞു 165 രൂപയിലെത്തി. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയായ L&T 5% ഇഴിഞ്ഞു. അദാനി പോർട്സ് 3% ഇടിഞ്ഞു. വലിയ ഫണ്ടമെന്റൽസ് ഉള്ള ഈ വമ്പൻ കമ്പനികൾ പെട്ടെന്ന് വിപണിയിലെ തകർച്ചയുടെ ഇരകളായി മാറിയതിന് പിന്നിലെ ഡൈനാമിക്സ് എന്താണ്? GAIL എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ ആദ്യം പറയാം. ഈ ഡീപ് ഡൈവ് കേൾക്കുന്നവർക്ക് അതൊരു പുതിയ അറിവായിരിക്കും. GAILലെ പ്രശ്നം മാർജിൻ സ്ക്വീസ് ആണ്. ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുമ്പോൾ ഓയിൽ മാർക്കറ്റിംഗ് ആൻഡ് ഗ്യാസ് കമ്പനികളുടെ ഇൻപുട്ട് കോസ്റ്റ് വർദ്ധിക്കും. എന്നാൽ ഈ വർധനവ് പെട്ടെന്ന് തന്നെ ഉപഭോക്താക്കളിലേക്ക്, അതായത് നമ്മളിലേക്ക്
കൈമാറാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിൻ ചുരുങ്ങും. ഒരു ബേക്കറി ഉടമയ്ക്ക് പെട്ടെന്ന് മൈദയുടെ വില കൂടിയാൽ അടുത്ത ദിവസം തന്നെ ബ്രെഡിന് വില കൂട്ടാൻ പറ്റാത്തതുപോലെയാണിത്. ഈ ഭയമാണ് GALനെ താഴേക്ക് വലിച്ചിട്ടത്. നല്ലൊരു അനാലജി ആയിരുന്നു അത്. പക്ഷേ L&T 5% ഇടിയാനും അഡാനി പോർട്സ് 3% ഇടിയാനും കാരണം എന്താണ്? L&Tയുടെ കാര്യം നോക്കാം. L&T എന്നത് വെറുമൊരു ഇന്ത്യൻ കമ്പനി അല്ല. അവർക്ക് മിഡിൽ ഈസ്റ്റിൽ, പ്രത്യേകിച്ച് സൗദി അറേബ്യ, UAE പോലുള്ള രാജ്യങ്ങളിൽ വലിയ ഓർഡർ ബുക്കും എക്സ്പോഷറുമുണ്ട്. അവിടെ ഒരു യുദ്ധം നടക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ പുതിയ പ്രോജക്റ്റുകളെയും നിലവിലെ വർക്കുകളെയും അത് ബാധിക്കുമെന്ന് നിക്ഷേപകർ ഭയപ്പെടുന്നു. റിസ്ക് പ്രീമിയമാണ് L&Tയെ 5% താഴേക്ക് കൊണ്ടുപോയത്. ഇനി അഡാനി പോർട്സിന്റെ കാര്യത്തിൽ ഇസ്രയേലിലെ പ്രധാനപ്പെട്ട ഹൈഫ പോർട്ട് അവരുടെ നിയന്ത്രണത്തിലാണ്. യുദ്ധം ഇസ്രായേലിലേക്ക് വ്യാപിക്കുമ്പോൾ ആ പോർട്ടിന്റെ പ്രവർത്തനങ്ങളെ അത് നേരിട്ട് ബാധിക്കുമോ എന്ന വലിയ ആശങ്കയാണ് നിക്ഷേപകർക്കുള്ളത്. അതുകൊണ്ടാണ് വലിയൊരു വിൽപ്പന സമ്മർദ്ദം അഡാനി പോർട്സിൽ നമ്മൾ ഇന്ന് കണ്ടത്. സോ വാട്ട് ഡസ് ദിസ് ഓൾ മീൻ? എവിടെ നോക്കിയാലും ചുവപ്പ് മാത്രം, എല്ലാം നഷ്ടങ്ങളുടെ കണക്കുകൾ. പക്ഷേ ഈ വൻ തകർച്ചയിലും ഈ വലിയ രക്തച്ചൊരിച്ചിലും പച്ച കത്തി നിന്ന, അതായത് പോസിറ്റീവായി നിന്ന അപൂർവം ചില സ്റ്റോക്കുകൾ ഉണ്ടായിരുന്നു എന്നത് നമ്മൾ മറക്കാൻ പാടില്ല. പ്രധാനമായും BEL അഥവാ ഭാരത് ഇലക്ട്രോണിക്സ്. യുദ്ധഭീതിക്കിടയിലും ഡിഫൻസ് സ്റ്റോക്സ് വളരെ മികച്ച പ്രകടനമാണ് നടത്തിയത്. നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനറായിരുന്ന BEL ഇന്ന് 2% മുകളിൽ കയറി 453 രൂപ 95 പൈസയിലാണെത്തിയത്. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഡിഫൻസ് സ്റ്റോക്കുകൾ ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ സന്തോഷിച്ചിട്ടുണ്ടാകും. വിപണി മുഴുവൻ തകർന്നടിയുമ്പോൾ ഒരു സ്റ്റോക്ക് മാത്രം ഇങ്ങനെ കയറിപ്പോകുന്നതിന് പിന്നിലെ മാർക്കറ്റ് സൈക്കോളജി എന്താണ്? വാട്ട്സ് ഫാസിനേറ്റിംഗ് ഹിയർ ഇസ് ദ സൈക്കോളജി ഓഫ് എ വാർ എക്കോണമി. ലോകത്തെവിടെയെങ്കിലും യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാ രാജ്യങ്ങളും അവരുടെ പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കാനും കൂടുതൽ ആയുധങ്ങളും ഡിഫൻസ് സിസ്റ്റങ്ങളും വാങ്ങിക്കൂട്ടാനും തുടങ്ങും. ഇത് ഡിഫൻസ് കമ്പനികൾക്ക് വലിയ ഓർഡറുകൾ ലഭിക്കാൻ കാരണമാകും. ഇന്ത്യ ഗവൺമെന്റ് ഡിഫൻസ് സെക്ടറിൽ പ്രത്യേകിച്ച് മേക്ക് ഇൻ ഇന്ത്യ വഴി വലിയ പ്രാധാന്യം നൽകുന്ന ഈ സമയത്ത് ഇത്തരം പ്രതിസന്ധികൾ BEL പോലെയുള്ള കമ്പനികൾക്ക് കൂടുതൽ ബിസിനസ് കൊണ്ടുവരും എന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ നിക്ഷേപകർ കണക്ക് കൂട്ടുന്നു. അതുകൊണ്ടാണ് മാർക്കറ്റ് മൊത്തത്തിൽ ഇടിഞ്ഞപ്പോഴും നിക്ഷേപകർ അവരുടെ പണം BEL പോലെയുള്ള ഡിഫൻസ് സ്റ്റോക്കുകളിലേക്ക് മാറ്റിയത്. ഇതൊരു കൃത്യമായ ഡിഫൻസീവ് പ്ലേ ആണ്. റിസ്ക്കുള്ള സമയത്ത് സുരക്ഷിതമായ ഗവൺമെന്റ് ബാക്കിംഗ് ഉള്ള സെക്ടറുകളിലേക്ക് പണം ഒഴുകുന്നതിന്റെ ഉദാഹരണമാണിത്. അതൊരു മികച്ച സ്ട്രാറ്റജി തന്നെയായിരുന്നു. വിപണി താഴേക്ക് പോകുമ്പോഴും പണം എങ്ങോട്ടാണ് ഒഴുകുന്നത് എന്ന് ട്രാക്ക് ചെയ്യാൻ ഇത്തരം ഡേറ്റകൾ നമ്മളെ സഹായിക്കും. ഓക്കെ, ലെറ്റ്സ് ലുക്ക് ഫോർവേഡ്. നാളത്തെ വിപണിയും അവസാന വാക്കുകളും. ഈ അനാലിസിസ് കേൾക്കുന്ന നിക്ഷേപകരുടെ മനസ്സിലെ ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: നാളത്തെ ബാസാർ കാ റുഖ്, അതായത് മാർക്കറ്റ് ട്രെൻഡ് എങ്ങോട്ടായിരിക്കും? വ്യാപാരികൾ നാളെ എന്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോൾ വിപണിയിൽ നടക്കുന്നത് കേവലം ഒരു മുനാഫ വസൂലി, അതായത് ലാഭമെടുക്കൽ മാത്രമാണോ, അതോ നമ്മളൊരു വലിയ തിരുത്തലിലേക്ക് കടക്കുകയാണോ എന്നാണ് എല്ലാവരും നോക്കുന്നത്. ഈ ചോദ്യത്തിന് വളരെ സൂക്ഷ്മമായ ഒരു ഉത്തരമാണുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ഇതൊരു കേവലമായ മുനാഫ വസൂലി അല്ലെങ്കിൽ നോർമൽ പ്രോഫിറ്റ് ബുക്കിംഗ് ആണെന്ന് പറയാൻ സാധിക്കില്ല. കാരണം വിപണിയുടെ വാല്യുവേഷൻ വളരെ ഉയർന്ന നിലയിലായിരുന്ന സമയത്താണ് ഈ അപ്രതീക്ഷിത ജിയോപൊളിറ്റിക്കൽ ഇഷ്യൂ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു അർത്ഥവത്തായ കറക്ഷനായി മാറാൻ സാധ്യതയുണ്ട്. ജെഫ്രീസ് പോലെയുള്ള വലിയ ബ്രോക്കറേജുകൾ ഈ തകർച്ചയെ ഒരു ലോങ് ടേം ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത് എന്ന് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതെ, റിപ്പോർട്ടുകൾ അങ്ങനെയാണ്. പക്ഷേ നാളത്തെ നിലയ്ക്ക് നോക്കുമ്പോൾ അവിടെ എനിക്കൊരു സംശയമുണ്ട്. ജെഫ്രീസ് പോലെയുള്ള ഒരു വലിയ ബ്രോക്കറേജ് ഇതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറയുമ്പോൾ ഈ അനാലിസിസ് കേൾക്കുന്ന റീറ്റെയിൽ നിക്ഷേപകർ വെറുതെ കയ്യിൽ ക്യാഷ് വെച്ചുകൊണ്ടിരുന്നാൽ അവർക്ക് അവസരം നഷ്ടപ്പെടില്ലേ? മാർക്കറ്റ് പെട്ടെന്ന് ബൗൺസ് ബാക്ക് ചെയ്താൽ അവർക്ക് ആ ലാഭം കിട്ടാതെ പോവില്ലേ? നല്ല ചോദ്യമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ജെഫ്രീസ് പോലെയുള്ള വലിയ സ്ഥാപനങ്ങൾക്ക് 5 വർഷമോ 10 വർഷമോ കാത്തിരിക്കാനുള്ള സമയവും എത്ര വേണമെങ്കിലും ആവറേജ് ചെയ്യാനുള്ള കോടിക്കണക്കിന് രൂപയും കയ്യിലുണ്ട്. എന്നാൽ ഒരു റീറ്റെയിൽ നിക്ഷേപകന്റെ അവസ്ഥ അതല്ല. നാളത്തെ നിലയ്ക്ക് ഒരു റീറ്റെയിൽ നിക്ഷേപകനെ സംബന്ധിച്ച് എടുത്തുചാടി ബൈ ദ ഡിപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് വളരെ അപകടകരമാണ്. വിപണിയിൽ എപ്പോൾ വേണമെങ്കിലും മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള പുതിയ യുദ്ധവാർത്തകൾ കാരണം വലിയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകാം. നിങ്ങൾ വാങ്ങിയിട്ട് വീണ്ടും 5% ഇടിഞ്ഞാൽ അത് നിങ്ങളുടെ കോൺഫിഡൻസിനെ ബാധിക്കും. അതുകൊണ്ട് 24,550 മുതൽ 24,600 വരെയുള്ള സപ്പോർട്ട് ലെവലുകൾ മാർക്കറ്റ് എങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നുവെന്ന് നിരീക്ഷിക്കുക. അതുവരെ സ്റ്റേ ഓൺ ദ സൈഡ് ലൈൻസ് ചെയ്യുന്നതാണ്, അതായത് പുതിയ നിക്ഷേപങ്ങൾ നടത്താതെ മാർക്കറ്റിനെ വാച്ച് ചെയ്യുന്നതാണ് ഏറ്റവും സുരക്ഷിതമായ തീരുമാനം. ക്യാഷ് കയ്യിൽ വെക്കുക, മാർക്കറ്റ് എവിടെയെങ്കിലും ഒന്ന് സെറ്റിലാകാൻ അനുവദിക്കുക, അതിനുശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. അത് വളരെ വ്യക്തമാണ്. നമ്മൾക്ക് വലിയ ഫണ്ടുകൾ ചെയ്യുന്നത് പോലെ എപ്പോൾ വേണമെങ്കിലും ആവറേജ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ചാടി വീണു വാങ്ങാനുള്ള സമയമല്ല ഇത്, മറിച്ച് ക്ഷമയോടെ കാത്തിരുന്ന് നിരീക്ഷിക്കാനുള്ള സമയമാണ്. ഇനി നമ്മൾ ഈ സെഷൻ അവസാനിക്കുന്നതിന് മുൻപായി
ഈ ഡീപ്പ് ഡൈവ് ശ്രദ്ധിക്കുന്ന നിങ്ങളെല്ലാവർക്കും സ്വയം ചിന്തിക്കാൻ ഒരു ചോദ്യം ഞാൻ നൽകുകയാണ്. എന്താണത്? നമ്മൾ നേരത്തെ സ്ട്രക്ചറൽ ആൽഫ ജനറേഷൻ ഒരു കൺസെപ്റ്റ് കേട്ടിട്ടുണ്ട്. അതായത് മറ്റ് വികസ്വര രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യൻ വിപണി കാലാകാലങ്ങളായി മികച്ച റിട്ടേൺ നൽകുന്ന ഒരു പ്രതിഭാസം. നമ്മുടെ ശക്തമായ ഡൊമസ്റ്റിക് SIP ഫ്ലോകളും സാമ്പത്തിക വളർച്ചയുമാണ് ഇതിന് കാരണം. എന്നാൽ എൻ്റെ ചോദ്യം ഇതാണ്, ക്രൂഡ് ഓയിൽ വില ഇനിയും ഇതുപോലെ കുതിച്ചുയരുകയും ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇന്നത്തെ 91.47 രൂപയിൽ നിന്നും ഇനിയും ഇടിയുകയും ചെയ്താൽ ഈ ഭൗമരാഷ്ട്രീയ പ്രതിസന്ധി ഇന്ത്യയുടെ ദീർഘകാല സ്ട്രക്ചറൽ ആൽഫ ജനറേഷനെ എങ്ങനെ മാറ്റിമറിക്കും? ഇതേക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും ചിന്തിക്കണം. നിങ്ങളുടെ സ്വന്തം റിസർച്ച് നടത്തണം. കാരണം ആ ഒറ്റ ചോദ്യത്തിലായിരിക്കും നിങ്ങളുടെ അടുത്ത 10 വർഷത്തെ നിക്ഷേപത്തിന്റെ ഭാവി ഇരിക്കുന്നത്. ഇന്നത്തെ ഈ ഡേറ്റകളും അനാലിസിസും നിങ്ങളുടെ നിക്ഷേപ തീരുമാനങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു. നിങ്ങളുടെ ഡെയിലി ഡോസ് ഓഫ് ഡേറ്റ ഡ്രിവൺ മാർക്കറ്റ് ഇൻസൈറ്റ്സിനായി ഫൈനാൻസ് ലാബ്സ് ഇന്ത്യ എന്ന ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർക്കുക. നാളെ വീണ്ടും കാണാം. ഹാപ്പി ട്രേഡിംഗ്.